കോംപ്ലക്സ് നമ്പേഴ്സ്. പേരിൽ ഇച്ചിരി കോംപ്ലക്സ് ഉണ്ടെങ്കിലും വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 നമ്മുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരൊറ്റ മാർക്ക് പോലും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒന്ന് മിസ്സാവാൻ പാടില്ല, കാരണം അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. സോ നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കല്ലേ. എടാ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. റൈറ്റ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് 2 + √(-13). നമുക്കറിയാം z is equal to a plus ib ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോംപ്ലക്സ് നമ്പർ എങ്കിൽ ഇവിടുത്തെ റിയൽ പാർട്ട് ഏതാണ്? റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ a ആണ് അല്ലേ. അതായത് i ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ റിയൽ നമ്പറിനെയാണ് നമ്മൾ റിയൽ പാർട്ട് എന്ന് വിളിക്കുക. വാട്ട് ഇസ് ഇമാജിനറി പാർട്ട്? ഐയുടെ കൂടെ വരുന്ന ഒരു റിയൽ നമ്പർ ഇല്ലേ, അതായത് ഈ കേസിൽ നമ്മൾ b എന്ന് പറയും. b ആണ് നമ്മുടെ ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 + √(-13) ഞാൻ z ആയിട്ട് കൺസിഡർ ചെയ്യാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം i എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് കാണുന്നില്ല അല്ലെ. √(-13) ആണ്, പക്ഷെ i കാണുന്നില്ല. നമ്മൾ എന്താ ചെയ്യുക? സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പേഴ്സ് തന്നാൽ നമ്മൾ അവരെ i ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ആ കൺവേർഷൻ നമ്മൾ ചെയ്യുക? നോക്കിക്കോ, എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ √(-13) എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എന്താണ്? √(-13) is equal to, എനിക്ക് എങ്ങനെ എഴുതാം? √(13 × -1), കാരണം -13 എന്ന് പറയുന്നത് 13 × -1 ആണ്. And this is equal to √13 × √(-1). √ab എന്ന് പറയുന്നത് √a × √b ആണ്. സോ √13 × √-1 എന്ന് ഞാൻ എഴുതി. ആൻഡ് ഐ നോ √(-1) എന്ന് പറയുന്നത് i ആണ്, നമുക്കറിയാം അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും? √13 × i എന്ന് എഴുതും. √(-i) വരെ ഞാൻ i എന്ന് കൊടുത്താൽ this is equal to √13 × i. ഇനി ഇങ്ങനെ ഒന്നും കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ നമ്മൾ ചെയ്യുക, ആ നെഗറ്റീവ് അങ്ങ് കളഞ്ഞിട്ട് √13 × i എന്ന് കൂടെ കൊടുത്താൽ മതി. പെർഫെക്റ്റ് സ്ക്വയർസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ആൻസർ കിട്ടും. ഫോർ എക്സാമ്പിൾ √(-25) ഒക്കെ ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് കളഞ്ഞ് i കൊടുക്കുമ്പോൾ √25i എന്ന് കിട്ടും. പക്ഷെ √25നെ നമുക്ക് 5 എന്ന് എടുക്കാം. സോ 5i ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് കിട്ടുക. എനിവേസ്, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പർ തന്നാൽ നിങ്ങൾക്ക് അവരെ i ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? z is equal to 2 + √13i എന്ന് മാറ്റി എഴുതാൻ പറ്റും. ഇപ്പം നോക്കിക്കേ, വാട്ട് ഇസ് റിയൽ പാർട്ട് ഓഫ് z? റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ 2 ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ഇമാജിനറി പാർട്ട് ഓഫ് z? ഇറ്റ് ഈസ് ഈക്വൽ ടു √13. നിങ്ങൾ എന്ത് എഴുതരുത്? √13i എന്ന് എഴുതണ്ട, ഐയുടെ കൂടെ ആരാണോ അയാളെ മാത്രം എഴുതിയാൽ മതി. സോ ഹിയർ ഇറ്റ് ഈസ് √13. ഓക്കെ അല്ലേ? സോ ഇതേപോലെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇതേപോലെ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പേഴ്സ് വന്നാൽ അവർ i ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. നമ്മുടെ സം ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് എക്സ്പ്രസ് ഇൻ a + ib ഫോം എന്ന് പറഞ്ഞിട്ട് 1 + 2i - 2 - 6i + i × 3 - i. നമ്മൾ എന്താ ചെയ്യുക? എടാ, ഒന്നും ആലോചിക്കേണ്ട. സം ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രണ്ടായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ തന്നിട്ടുള്ള കോമ്പിനേഷൻ അങ്ങ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് നിരത്തി അങ്ങ് എഴുതും. അതായത് ഇവിടെ നോക്കിക്കോ, 1 + 2i, ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലും വ്യത്യാസമൊന്നുമില്ല, 1 + 2i തന്നെയാണ്. അടുത്തത് -2 - 6i ആണ്. സോ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -2 എന്ന് വരും. ഇനി മൈനസും മൈനസും കൂടി പ്ലസ് ആയിട്ട് +6i എന്ന് വരും. അടുത്തത് വീണ്ടും ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ i പുറത്തുള്ളത് കൊണ്ട് i × 3 3i എന്ന് വരും. i × -i -i² എന്നും വരും. റൈറ്റ്? അപ്പം ഞാൻ ആദ്യം ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് ടേംസ് അങ്ങ് നിരത്തി എഴുതി. ഇനി ഞാൻ എന്താ ചെയ്യുക? ഇനി നമ്മൾ റിയൽ പാർട്സ് ഒന്നിച്ചും ഇമാജിനറി പാർട്സ് ഒന്നിച്ചുമാണ് ആഡ് ചെയ്യുക. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ i² എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാം. വാട്ട് ഈസ് i²? i² എവിടെ കണ്ടാലും -1 എന്ന് കൊടുക്കണം. കാരണം നമുക്കറിയാം i എന്ന് പറയുന്നത് √(-1) ആണ്. therefore i² -1 ആണ്. എവിടെ i² കണ്ടാലും നിങ്ങൾക്ക് -1 എന്ന് കൊടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് 1 + 2i - 2 + 6i + 3i -1 ആണ് അല്ലേ. i² പകരം നമ്മൾ -1 കൊടുത്താൽ -1 എന്ന് വരും. അതായത് ഇപ്പം ഞാൻ ചെയ്തത് ജസ്റ്റ് i² വരെ -1 കൊടുത്തതിനെ അങ്ങനെ തന്നെ മാറ്റി എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? റിയൽ പാർട്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അതായത് റിയൽ നമ്പേഴ്സ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകൾ ഇവിടെ 1 -2 and 1 ഇവരെ നമ്മൾ ഒന്നിച്ച് ആഡ് ചെയ്യുമ്പോൾ 1 + 1 2 എന്ന് വരും. -2 ചെയ്താൽ നമുക്ക് 0 ആണ് റിയൽ പാർട്ടായിട്ട് കിട്ടുക. അടുത്തത് ഇമാജിനറി പാർട്ട് നോക്കുമ്പോൾ 2i 6i 3i മൊത്തത്തിൽ എത്ര വരുന്നുണ്ട്? 2 + 6 8 + 3 ചെയ്യുമ്പോൾ നമുക്ക് 11i എന്ന് വരും. വിച്ച് മീൻസ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക 0 + 11i ആണ്. ഇത് പ്യുവർലി ഇമാജിനറി ആയിട്ടുള്ള ഒരു നമ്പറാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. എപ്പോഴും അങ്ങനെ വരണമെന്നൊന്നുമില്ല ഇവിടെ, പക്ഷേ റിയൽ പാർട്ട്
2 minus 2 0 ആയിപ്പോയി. ബാക്കി വരുന്നത് 11i എന്നാണ്. ആൻഡ് 0 plus 11i അല്ലെങ്കിൽ 11i ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വരുമ്പോൾ ബ്രാക്കറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് റിയൽ നമ്പേഴ്സും ഇമാജിനറി നമ്പേഴ്സും കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സ്പ്രസ് ദി കോംപ്ലക്സ് നമ്പർ 2 plus 3i by 1 minus 2i in a plus ib ഫോം. എപ്പോഴും ചോദിക്കാറുള്ളതാണ് കോംപ്ലക്സ് ഡിവിഷൻ, എന്നിട്ട് a plus ib ഫോമിലേക്ക് എഴുതാൻ പറയും. സോ ഇവിടെ 2 plus 3i divided by 1 minus 2i ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാം, നമ്മൾ എങ്ങനെയാണ് കോംപ്ലക്സ് ഡിവിഷൻ ചെയ്യുക? 2 plus 3i by 1 minus 2i into ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും. സോ 1 minus 2iയുടെ കോൺജുഗേറ്റ് എന്താ? കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഐ പാർട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈന് കൊടുക്കുക അല്ലേ. ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ആക്കി കൊടുക്കുക. സോ ഐയുടെ മുന്നേ മൈനസ് ആണ്, അത് നമ്മൾ പ്ലസ് ആക്കുമ്പോൾ 1 plus 2i എന്ന് വരും. സോ 1 plus 2i കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ന്യൂമറേറ്റർ ചെയ്യുക? ന്യൂമറേറ്ററിൽ 2 plus 3i into 1 plus 2i ഉണ്ട്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. 2 into 1 2 plus 2 into 2i that is equal to 4i plus 3i into 1 that is 3i plus 3i into 2i എന്ന് പറയുമ്പോൾ 3 into 2 6ഉം i into i സ്ക്വയറും വരും. സോ ഇതാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ഒന്നും നോക്കണ്ട, a plus ib into a minus ib ഫോമിലായിരിക്കും നമ്മുടെ ഡിനോമിനേറ്റർ. നമ്മൾ എന്ത് ചെയ്താൽ മതി? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി. ഐയെ കൂട്ടണ്ട, ഐയുടെ കൂടെയുള്ള നമ്പറും ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്പറും, അതായത് നമ്മുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എടുത്തിട്ട് അവരുടെ സ്ക്വയേഴ്സിന്റെ സമ്മ് ചെയ്താൽ ഡിനോമിനേറ്റർ കിട്ടി. സോ ഇവിടെ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ചെയ്താൽ മതി. മൈനസ് 2 സ്ക്വയർ ചെയ്താലും 2 സ്ക്വയർ ചെയ്താലും ഒക്കെ കണക്കായതുകൊണ്ട് ജസ്റ്റ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് ചെയ്താൽ മതി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 4i പ്ലസ് 3i എന്താടാ? 7i ആണ്. 6i സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 6 എന്ന് വരും, കാരണം നമുക്കറിയാം i സ്ക്വയർ എന്താ? -1 ആണ്. സോ 2 പ്ലസ് 7i മൈനസ് 6 എന്ന് വരും, ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 4 5 എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 6 എന്താടാ? -4 ആണ്, പ്ലസ് 7i ഡിവൈഡഡ് ബൈ 5 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -4/5 പ്ലസ് 7/5i. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് a plus ib ഫോം എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിനോമിനേറ്ററുടെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് കോമ്പിനേഷനൊക്കെ ആഡ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു. ഡിനോമിനേറ്റർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തതാണ്, കാരണം നമുക്ക് a plus ib ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ a -4/5ഉം b 7/5 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് നിങ്ങൾക്ക് സയൻസ് ആർക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു. z is equal to 5 plus root 2i by 1 minus root 2i ആണെങ്കിൽ അതിനെ a plus ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ചെയ്ത എക്സാക്ട് ക്വസ്റ്റ്യൻ ആണ്. ആകെയുള്ള വ്യത്യാസം നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി റൂട്ട് ടേംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. റൂട്ട് 2 റൂട്ട് 3 കാണുമ്പോൾ അലർജി തോന്നുന്നവർക്ക് ഇത് ഇത്തിരി പ്രശ്നമായിട്ട് തോന്നും, അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. എനിവേസ് എല്ലാവർക്കും നമുക്ക് ഇപ്പോൾ ശരിയാക്കാം കേട്ടോ. സോ വാട്ട് ഇസ് z? z എന്ന് പറയുന്നത് 5 plus root 2i ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് 2i ആണ്. നമ്മൾ ചെയ്യേണ്ടത് 1 മൈനസ് റൂട്ട് 2iയുടെ കോൺജുഗേറ്റ് എടുത്ത് അതുകൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ 1 പ്ലസ് റൂട്ട് 2i കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഇനി ന്യൂമറേറ്റർ നോക്കിക്കേ, നമുക്കിവിടെ 2 ടേംസ് ഉണ്ട്, ഇവരെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 5 into 1 5 എന്ന് വരും, പ്ലസ് 5 into റൂട്ട് 2i 5 റൂട്ട് 2i എന്ന് വരും, റൂട്ട് 2i into 1 പ്ലസ് റൂട്ട് 2i എന്ന് വരും. ആൻഡ് ഫൈനലി റൂട്ട് 2i into റൂട്ട് 2i എന്ന് പറഞ്ഞാൽ റൂട്ട് 2 into റൂട്ട് 2 2 ആണ്, i into i സ്ക്വയർ ആണ്. സോ 2i സ്ക്വയർ എന്ന് വരും. താഴെയോ 1 മൈനസ് റൂട്ട് 2iയും 1 പ്ലസ് റൂട്ട് 2iയും ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 സ്ക്വയർ പ്ലസ് റൂട്ട് 2 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്താൽ മതി. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 5 പ്ലസ് നോക്കിക്കേ 5 റൂട്ട് 2i പ്ലസ് റൂട്ട് 2i. അവിടെ നമ്മൾ 5x പ്ലസ് x എന്ന് പറഞ്ഞാൽ എന്താ? 6x അല്ലേ? അതേപോലെ ഇവിടെ 5 റൂട്ട് 2i പ്ലസ് റൂട്ട് 2i എന്ന് പറഞ്ഞാൽ 6 ടൈംസ് റൂട്ട് 2i ആണ്, പ്ലസ് 2i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? i സ്ക്വയർ -1 അല്ലേ? അപ്പൊ 2i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2 എന്ന് വരും. അപ്പൊ എന്താണ് കിട്ടുക? 2 into -1 -2 വരും. താഴെ 1 പ്ലസ് റൂട്ട് 2 സ്ക്വയർ 2 ആണ്, 1 പ്ലസ് 2 3 എന്ന് വരും. 5 മൈനസ് 2 എന്ന് ചെയ്താൽ നമുക്ക് 3 അല്ലേ കിട്ടുക? 3 പ്ലസ് 6 റൂട്ട് 2i ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3 രണ്ട് ടേംസിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. സോ 3/3 എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 6 റൂട്ട് 2 ബൈ 3i എന്ന് വരും. 6ഉം 3ഉം ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് 2 റൂട്ട് 2 എന്ന് കിട്ടും. അപ്പോൾ എന്താ നമ്മുടെ ആൻസർ? 1 പ്ലസ് 2 റൂട്ട് 2i ആണ്. ഇവിടെ ആക്ച്വലി റൂട്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ടുള്ള കൺഫ്യൂഷൻസ് ഒന്നും ശരിക്കില്ല. നിങ്ങളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. കൂടുതൽ ക്വസ്റ്റ്യൻസ് റൂട്ട് 2 റൂട്ട് 3 ഒക്കെ വെച്ച് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കല്ലേ, നോക്കിക്കോളൂ. Consider the complex number z is equal to 2 plus i by 1 plus i into 1 minus 2i express z in the form a plus ib.
അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെഡിന്റെ ഫോം എന്താണ്? z is equal to 2 plus i divided by 1 plus i into 1 minus 2i ആണ്. ആക്ച്വലി ഡിനോമിനേറ്ററിൽ ഒരു പ്രൊഡക്റ്റ് ഫോം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ സാധാരണ കോംപ്ലക്സ് ഡിവിഷൻ തന്നെയാണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഒന്നുകിൽ ഡിനോമിനേറ്ററിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ സംതിങ് ഇൻറ്റു സംതിങ് ഫോമാറ്റ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ആ പ്രൊഡക്റ്റ് അങ്ങ് കണ്ടുവെക്കുക, എന്നിട്ട് സാധാരണ പോലെ കോംപ്ലക്സ് ഡിവിഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കോ, 1 plus i into 1 minus 2i എന്താണ്? It is equal to 1 into 1 1, 1 into minus 2i minus 2i, I into 1 plus I into minus 2i minus 2i square. And this is equal to 1 minus 2i plus i എന്ന് പറഞ്ഞാൽ 1 minus i എന്ന് വരും, minus 2 into i square എന്ന് പറയുമ്പോൾ i square minus 1 ആണ്, minus 2 into minus 1 എന്ന് വരും. And that is equal to 2. നോക്കിക്കേ, minus 2 into minus 1 ആണ്, that becomes plus 2. അപ്പോൾ ഇതെന്താ വരിക? 1 minus i plus 2 ആണ്. And that is equal to 1 plus 2 3 ആണ്, 3 minus i ആണ് നമുക്ക് എന്ത് കിട്ടുക? പ്രൊഡക്റ്റ് കിട്ടുക. അങ്ങനെ നമ്മൾ ഡിനോമിനേറ്ററിൽ പ്രൊഡക്റ്റ് കണ്ടു. പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു 2 plus i by താഴെയുള്ള പ്രൊഡക്റ്റ് 3 minus i ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ മാറി 2 plus i by 3 minus i ആയിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? 2 plus i by 3 minus i കാണും. വാട്ട് ഇസ് 2 plus i by 3 minus i? നമ്മൾ കോൺജുഗേറ്റ് ആയിട്ടുള്ള 3 minus iയുടെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 3 minus iയുടെ കോൺജുഗേറ്റ് 3 plus i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 2 into 3 6 plus 2 into i 2i plus i into 3 3i plus i into i square divided by 3 minus i into 3 plus i എന്താടാ? It is 3 square plus 1 square. And this is equal to 6 plus 2 plus 3 5i എന്ന് വരും, minus 1 വരും, divided by 3 square plus 1 square ആണ് അല്ലേ. So 9 plus 1 10 എന്ന് വരും. And that is equal to 6 minus 1 5 ആണ്. So 5 plus 5i by 10 എന്ന് വരും. And that is equal to 5 by 10, that is 1 by 2 plus 5 by 10i, that is again 1 by 2i. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 1 by 2 plus 1 by 2i ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പല കോമ്പിനേഷൻസ് പ്രൊഡക്ട്സ് ഒക്കെ താഴെ വരികയാണ്, മുകളിൽ വരികയാണ്. അപ്പോഴൊക്കെ നിങ്ങൾ ആദ്യം അത് സോൾവ് ചെയ്തിട്ട് സാധാരണ പോലെ കോംപ്ലക്സ് ഡിവിഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Consider the complex number z is equal to 2 plus 3i. Write the conjugate of z, find modulus of z, find multiplicative inverse of z. കൊമേഴ്സ് മാത്സുകാർക്ക് ഈ ക്വസ്റ്റൻ ആയിരുന്നു മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഈ ക്വസ്റ്റനിൽ നിന്ന് നമുക്ക് മോഡുലസും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ഒക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ആദ്യം z എന്ന് പറയുന്നത് 2 plus 3i ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ദി കോൺജുഗേറ്റ് ഓഫ് z എന്നാണ്. വാട്ട് ഇസ് കോൺജുഗേറ്റ് ഓഫ് z? z ബാർ ആണ് അല്ലേ. z ബാർ എന്ന് പറഞ്ഞാൽ 2 plus 3iയുടെ കോൺജുഗേറ്റ് ആണ്, ദാറ്റ് ഈസ് 2 minus 3i. അപ്പോൾ നടുക്കുള്ള സൈൻ, നടുക്കെന്ന് ശരിക്കും പഠിച്ചു വെക്കരുത്, നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഐയുടെ മുന്നേയുള്ള സൈൻ അത് പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കണം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റ് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തരുന്ന കോംപ്ലക്സ് നമ്പർ -i + 1 ആണ് എന്ന് വിചാരിക്കുക. നടുക്കുള്ള പ്ലസ് ആണ് നിങ്ങൾ മൈനസ് ആക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് -i - 1 എന്നാണ് കിട്ടുക. പക്ഷെ അതല്ല ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. z ആയിട്ട് നമ്മൾ -i + 1 എടുക്കുകയാണെങ്കിൽ വാട്ട് ഇസ് z ബാർ? ഐയുടെ മുന്നേയുള്ള സൈൻ എന്താണോ അതാണ് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടത്. സോ i -i ആണെങ്കിൽ അത് നമ്മൾ +i ആക്കണം, എന്ന് വെച്ചാൽ i + 1 എന്ന് കിട്ടും. റൈറ്റ്? അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? i + 1 ആണ്, അല്ലെങ്കിൽ 1 + i ആണ് അവിടെ ശരിക്കും നമ്മുടെ z ബാർ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പറിനെ ആദ്യം a + ib ഫോമിൽ തിരിച്ച് എഴുതിയിട്ട് കോൺജുഗേറ്റ് എടുത്താൽ മതി. എനിവേസ് ഇതാണ് ഇവിടെ z ബാർ എന്ന് പറയുന്നത്. അടുത്തത് ഇതേ z-ന്റെ മോഡുലസ് എന്താണെന്നാണ്. വാട്ട് ഇസ് മോഡ് z? മോഡ് z ഇസ് ഈക്വൽ ടു √a² + b² ആണ് അല്ലേ, a + ib യുടെ മോഡുലസ്. സോ ഇവിടെ √2² + 3² ആണ്. ആൻഡ് ദാറ്റ് ഇസ് √4 + 9, ദാറ്റ് ഇസ് ഈക്വൽ ടു √13. അപ്പോൾ നമുക്ക് മോഡ് z ഉം കിട്ടി, z ബാറും കിട്ടി. അടുത്തത് ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z എന്നാണ്. നമ്മളിപ്പോൾ മോഡ് z ഉം z ബാറും കണ്ട സ്ഥിതിക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. z ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ z ബാർ ബൈ മോഡ് z സ്ക്വയർ ആണ്. z ബാർ ബൈ മോഡ് z സ്ക്വയർ ആണ്. എന്താ z ബാർ എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട് z ബാർ 2 - 3i ആണ്. ആൻഡ് മോഡ് z സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡ് z √13 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √13 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ റൂട്ട് ക്യാൻസൽ ആയിട്ട് 2 - 3i / 13 എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2/13 - 3/13i. അപ്പോൾ ഇത് z ഇൻവേഴ്സ് കാണാനുള്ള ഒരു മെത്തേഡാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ചെയ്യാം,
ഡയറക്ട്ലി നമ്മളോട് ക്വസ്റ്റ്യനിൽ Z ഇൻവേഴ്സ് ചോദിച്ചാൽ നമുക്ക് Z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/Z ആണ്. ദാറ്റ് ഇസ് 1 തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പർ 2 + 3i ആണ് അല്ലേ. സോ 1/2 + 3i എന്ന് കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2 + 3iയുടെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം സാധാരണ കോംപ്ലക്സ് ഡിവിഷൻ പോലെ. സോ ദിസ് ബിക്കംസ് 1/2 + 3i ഇൻറ്റു 2 - 3i ബൈ 2 - 3i. അപ്പോഴും നമുക്ക് എന്താ കിട്ടുക, 1 × 2 - 3i 2 - 3i എന്ന് കിട്ടും. താഴെ 2² + 3² എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 19. അപ്പോൾ 2 - 3i ബൈ 19 അല്ല 13 അല്ലേ, 13 എന്ന് വരും. ദാറ്റ് ഈസ് സെയിം ആസ് 2/13 മൈനസ് 3/13i. സോ രണ്ട് രീതിയിലും ഇക്വേഷൻ പഠിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ഡയറക്റ്റ്ലി ചെയ്യാം. എങ്ങനെയും നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത വശം നോക്കിക്കോളൂ. റൈറ്റ് ദ കോൺജുഗേറ്റഡ് മോഡുലസ് ഓഫ് i⁻12 + i⁻23. ചാടി കയറി കോൺജുഗേറ്റ് എഴുതാൻ പറഞ്ഞാൽ i⁻12 - i⁻23 എന്ന് അങ്ങ് എഴുതി വെക്കരുത്. അങ്ങനെ തന്നെ ആവണം ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്കിങ്ങനെ ഡയറക്റ്റ് a + ib ഫോമിലല്ലാണ്ട് പവറിൻ്റെ കോമ്പിനേഷൻ ആയിട്ടോ അല്ലെങ്കിൽ സംതിങ് ബൈ സംതിങ് ഡിവിഷൻ ഫോമിലോ ഒക്കെ Z തന്നിട്ട് കോൺജുഗേറ്റോ മോഡുലസോ ഒക്കെ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ആ Z പിടിച്ച് നമ്മുടെ നോർമൽ a + ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ബാക്കി പരിപാടികൾ ചെയ്താൽ മതി. അതായത് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ ഈ i⁻12 + 23 എന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കോൺജുഗേറ്റും മോഡുലസും നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം വാട്ട് ഇസ് i⁻12? നമ്മുടെ റൂൾ ഇത്രയേ ഉള്ളൂ. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിൽ ഐയുടെ പവേഴ്സിൻ്റെ റൂൾ എന്താണ്? ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മുടെ ആൻസർ 1 ആയിരിക്കും. ഐയുടെ പവർ 4k + 1 ഫോമാറ്റിലാണെങ്കിൽ, അതായത് 4 കൊണ്ട് മൾട്ടിപ്ലൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ +1 ഫോമാറ്റ് ആണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ i ആയിരിക്കും. വാട്ട് അബൌട്ട് i⁻4k + 2? -1 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക അല്ലേ. സോ 1i - 1 ആൻഡ് ഫൈനലി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന കേസാണ് 4k + 3. അവിടെ നമ്മുടെ ആൻസർ -i ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 12 ആണ് നമ്മുടെ പവർ. എന്താ ഈ 12ന്റെ പ്രത്യേകത? 12 4ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് വെച്ചാൽ ദിസ് ഈസ് ഓഫ് ദി ഫോം i⁻4k. 4ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ 4k ഫോമാറ്റിലാണ്. സോ i⁻4kയുടെ ആൻസർ എന്താടാ? 1 ആണ്. അപ്പം നമ്മൾ i⁻12 കണ്ടു. ഇനി ഇതുപോലെ i⁻23 കാണുമ്പോൾ ഇറ്റ് ഇസ് i⁻23 is not a multiple of 4, പക്ഷേ അത് 20 + 3 ആണ് എന്ന് വെച്ചാൽ 4k + 3 ഫോമാറ്റിലാണ്. അപ്പം നമ്മുടെ ആൻസർ എന്താ വരിക? 1i - 1 -i എന്നാണ് വരിക. എനിവേസ് ദിസ് സം ഇസ് ഈക്വൽ ടു, അതായത് i⁻12 + i⁻23 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 1 + -i, അതായത് 1 - i എന്ന് പറയാം. ഇനി കോൺജുഗേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ Z എന്ന് പറയുന്നത്. Z is equal to 1 - i ആണെങ്കിൽ വാട്ട് ഇസ് Z ബാർ? -i മാറ്റി പ്ലസ് ആക്കിയാൽ 1 + i ആണ് നമ്മുടെ കോൺജുഗേറ്റ്. വാട്ട് അബൌട്ട് മോഡുലസ്? മോഡ് Z എന്ന് പറഞ്ഞാൽ √1² + 1² എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു √2. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരിക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് i⁻35. ഒരു വ്യത്യാസവും ഇല്ല, ഐയുടെ പവർ നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. ഇതും നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. i⁻35 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? നെഗറ്റീവ് പവേഴ്സ് വരുമ്പോൾ നമുക്ക് ഇവരെ 1/i⁻35 ആയിട്ട് ചെയ്യാൻ പറ്റും. x⁻2 എന്ന് പറഞ്ഞാൽ 1/x². അതേപോലെ ഒരു ടേമിന് നെഗറ്റീവ് ഇൻറ്റിജർ പവർ വന്നാൽ നമ്മൾ അതിനെ 1/ കറസ്പോണ്ടിങ് പോസിറ്റീവ് പവർ ആയിട്ട് എഴുതും. ഇനി വാട്ട് ഇസ് i⁻35? അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. i⁻35 ഏത് ഫോമിലാടാ? 35 is not a multiple of 4. പക്ഷെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 റിമൈൻഡർ കിട്ടുക. 32 വരെ പോവും, പിന്നെ ഒരു 3 വരും എന്ന് വെച്ചാൽ 32 + 3 അല്ലേ. സോ നമുക്ക് 4k + 3 ഫോമാറ്റിൽ എഴുതാം. ആൻസർ എന്താണ്? -i ആണ്. അപ്പോൾ ആക്ച്വലി ദിസ് ഇസ് വാട്ട് 1/-i. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോംപ്ലക്സ് നമ്പേഴ്സിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഡിനോമിനേറ്ററിൽ ഐ ടേംസ് വരുന്ന രീതിയിൽ നിർത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഐ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ നിന്ന് ഐ ടേംസ് അങ്ങ് കളയണം. അപ്പോൾ ഇവിടെ 1/-i ഞാൻ ചെയ്യുന്നത് i/i ചെയ്യാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × i -i × i എന്ന് പറഞ്ഞാൽ -i² എന്ന് വരും. ദാറ്റ് ഈസ് i/-1, കാരണം i² എന്താ? -1 ആണ്. ഇനി എന്താ ഈ -(-1) എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ i/1 ദാറ്റ് ഈസ് ഈക്വൽ ടു i ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഐയുടെ മുകളിൽ ഹാർട്ട് വന്ന പോലെ ഉണ്ട് അല്ലേ. സോ i⁻35 i ആണ്. ഇത് തന്നെ നിങ്ങൾക്ക് വേറൊരു രീതിയിലും ചെയ്യാം. എങ്ങനെയാ? i⁻35 is equal to i⁻36 + 1. ഈ 36 എന്ന് പറയുന്നത് എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. -36ഉം 4ന്റെ മൾട്ടിപ്പിൾ ആണ്, നെഗറ്റീവ് മൾട്ടിപ്പിൾ ആണ്. സോ
-35 നമുക്ക് -36 + 1 എന്ന് എഴുതാം. അപ്പോൾ ഇത് എന്ത് ഫോമാറ്റിലായി? i⁴k+1 ഫോമാറ്റിലായി. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ i എന്ന് എഴുതാം. ഏതാണോ നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ളത് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തോളൂ. സോ ഐക്ക് നെഗറ്റീവ് പവേഴ്സ് വന്നാൽ -35 സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതേപോലെ ഡിഫറെൻറ്റ് പവേഴ്സ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. കോംപ്ലക്സ് നമ്പേഴ്സിൽ പ്രോ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വാല്യൂസ് മറ്റ് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അങ്ങനെ ആ ഒരു എററൊക്കെ മിനിമൈസ് ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് മെയിൻലി കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സം, അതേപോലെ ഡിവിഷൻ a+ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡിവിഷൻ പ്രോഡക്റ്റ് ഫോമാറ്റ്സ് തരും. അതും അല്ലെങ്കിൽ മോഡുലസ്, മൾട്ടിപ്ലിക്കേറ്റഡ് ഇൻവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യാൻ പറയും. പിന്നെ വരുന്നത് കോംപ്ലക്സ് പവേഴ്സും അതിൽ തന്നെ നെഗറ്റീവ് പവേഴ്സും ആണ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പേഴ്സിന് മാർക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. സോ നന്നായിട്ട് പഠിക്കുക. നമുക്കിനി വേറെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.